സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്ന് ശബരിമല സന്നിധാനത്ത്. ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികളാണ് പ്രധാനമായും പരിശോധിക്കുക. സ്ട്രോങ് റൂമിലുള്ള വാതിൽപ്പാളികൾ പുറത്തെടുക്കും. ശ്രീകോവിൽ ഭിത്തിയിൽ അയ്യപ്പചരിതം കൊത്തിയ സ്വർണ്ണപ്പാളികളും പരിശോധിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകാൻ നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഷിജോ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വലിയൊരു വെളിപ്പെടുത്തലായിരിക്കും ഇതുപോലെ പുറത്തേക്ക് വരിക. കാരണം ഈ വാതിൽപ്പാളി അപ്പാടെ മാറ്റി എന്ന് വന്നാൽ എത്രമാത്രം കൊള്ളയും കവർച്ചയുമാണ് ശബരിമല പോലെ പരിശുദ്ധമായ മലമുടിയിൽ നടന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. പറയൂ ഷിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇക്കഴിഞ്ഞ നാളുകളിലെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു കൊള്ള നടന്നിട്ടുണ്ട്, നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള വലിയ തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയത്തെ സാധൂകരിക്കുന്ന ഒരു ഇടക്കാല റിപ്പോർട്ട് അന്വേഷണ സംഘം SIT ഇന്നലെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വിവരം ഹൈക്കോടതിക്ക് മുമ്പാകെയുണ്ട്. അപ്പോൾ ഹൈക്കോടതി ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും SIT ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ള ഒരു സൂചന വളരെ നേരത്തെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്തത്. ഈ മണ്ഡലകാലം അവസാനിക്കുന്നതോടുകൂടി SIT സംഘം സന്നിധാനത്ത് വന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് SIT സംഘം സന്നിധാനത്ത് എത്തിയത്. ഇന്നിപ്പോൾ 8 മണിയോടുകൂടി മാധ്യമപ്രവർത്തകരടക്കം സന്നിധാനത്ത് നിന്ന് താഴേക്കിറങ്ങണം എന്നുള്ള നിർദ്ദേശം സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നും കൂടുതൽ SIT സംഘത്തിലെ ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് വരുന്നുണ്ട്. അവരെ ഇന്ന് വളരെ വിശദമായിട്ട് സന്നിധാനത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികളുടെ അളവ് പരിശോധിക്കും. പ്രധാനമായിട്ടും പരിശോധിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ട്രോങ് റൂമിലിരിക്കുന്ന പഴയ ഈ പറയുന്ന വാതിൽപ്പാളികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് അടക്കം പരിശോധനകൾ നടത്തണം. അതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന കൊടിമരം നിന്ന പഞ്ചവർഗത്തറയിലടക്കമുള്ള ഒരു പരിശോധന SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ന് 8 മണിയോടുകൂടി ആയിരിക്കും അവിടെയുള്ള മുഴുവൻ ആളുകളും താഴേക്ക് ഇറങ്ങുക. മാധ്യമപ്രവർത്തകർ അടക്കം താഴേക്ക് ഇറങ്ങണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അതോടുകൂടി SIT സംഘം പല സമയങ്ങളിലായിട്ട് SIT സംഘം സന്നിധാനത്തേക്ക് വരും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഒരു 3 അംഗ സംഘം അവിടേക്ക് വന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കൂടുതൽ സംഘം വരും. അതിനുശേഷം ഇന്ന് മൊത്തത്തിൽ ഒരു ഏതാണ്ട് 12 മണിക്കൂറിലധികം നീളുന്ന ഒരു പരിശോധന ഒരു പക്ഷേ സന്നിധാനത്ത് ഉണ്ടായേക്കാം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് SIT കടക്കുന്നത്. അതിലേറ്റവും നിർണായകമാകുക സന്നിധാനത്തെ പരിശോധനയാണ്. 1998 സ്വർണം പൂശിയതാണ് ഈ പറയുന്ന ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികൾ. ഈ പറയുന്ന സ്ട്രോങ് റൂമിൽ സ്വർണ്ണപ്പാളികളടക്കം ഇത് 98 സ്വർണം പൂശിയതാണ്. അതാണ് അതിനകത്ത് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ പൂശണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. അപ്പോൾ അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള പരിശോധനയാണ് ഇന്നിപ്പോൾ സന്നിധാനത്ത് നടക്കുക. വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് നമ്മൾ കാണുന്നത്. പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി 18ാം പടി ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.